ദേവീക്ഷേത്രങ്ങളിൽ ഉത്സവമായപ്പോൾ ചെണ്ടുകളുടെ നിർമ്മാണവും സജീവമായി. കുംഭകോട ഘോഷയാത്രയ്ക്കായി ചെണ്ടുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 25 അടിയിലേറെ പൊക്കമുള്ള ചെണ്ടുകളാണ് നിർമ്മിക്കുന്നത്. ആഘോഷത്തിലുപരി ഭക്തരുടെ സമർപ്പണം കൂടിയാണിത്. കോട്ടയം ആർപ്പൂക്കര ചൂരക്കാവിന് സമീപത്താണ് നാട്ടുകാർ ചെണ്ട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ദേവീക്ഷേത്രങ്ങളിൽ കുംഭഭരണി, മീനഭരണി നാളുകളിലാണ് കുംഭകുടം നടക്കുന്നത്. ഭക്തർ വഴിപാടായി നടത്തുന്ന കുംഭകുട ഘോഷയാത്രയിലെ പ്രധാന ആകർഷണമാണ് ചെണ്ടുകൾ. വിവിധ വർണ്ണങ്ങളിൽ 20 മുതൽ 25 അടി പൊക്കമുള്ള ചെണ്ടുകളാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. മുൻകാലങ്ങളിൽ 40 അടിക്ക് മുകളിൽ പൊക്കമുള്ള ചെണ്ടുകൾ നിർമ്മിച്ചിരുന്നതായി പഴമക്കാർ പറയുന്നു. കാലം മാറിയിട്ടും കുംഭകുടത്തിൽ ചെണ്ടിൻ്റെ പ്രാധാന്യം കുറഞ്ഞില്ല. കലാവിരുതും കൈത്തഴക്കവും മാത്രമല്ല, ഭക്തരുടെ ഒരുമയോടുള്ള ആത്മസമർപ്പണമാണിത്. ഒരു മാസത്തിലധികം വരുന്ന പ്രയത്നമാണ് ചെണ്ട് നിർമ്മാണത്തിന് വേണ്ടി വരുന്നത്. പ്രകൃതിയിൽ നിന്നുള്ള വസ്തുക്കൾ തന്നെയാണ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. കമുകിൻ്റെ കാതൽ, തെങ്ങിൻ്റെ ഈർക്കിലി, ചാക്കനൂൽ, വർണ്ണക്കടലാസുകൾ, ഗിൽറ്റ് പേപ്പറുകൾ എന്നിവ ഉപയോഗിച്ചാണ് പൂക്കൾ നിർമ്മിക്കുന്നത്. 25 അടി പൊക്കമുള്ള ചെണ്ടിനായി 1000-ലധികം പൂക്കൾ വേണ്ടിവരും. മുകളിൽ നിന്ന് ക്രമാനുഗതമായി വ്യാസം കൂട്ടി അവസാനം നിലയെത്തുമ്പോൾ 7 അടി വ്യാസം വരെ വരും. നീളമുള്ള കമുകിൻ്റെ കാതിൽ ഉരുമിയെടുത്ത് അതിൽ ഈർക്കിലിയുടെ അഗ്രത്ത് കടലാസ് പൂക്കൾ കൊരുത്ത് കമുകിൻ്റെ വാരിയിൽ വൃത്താകൃതിയിൽ ചാക്കുനൂല് ഉപയോഗിച്ച് കെട്ടിയുറപ്പിച്ചാണ് ചെണ്ട് നിർമ്മിക്കുന്നത്. ചെണ്ടിൻ്റെ കീഴറ്റം ചെമ്പുകുടത്തിൽ ഉറപ്പിച്ച ശേഷം ചെണ്ട് തലയിലേറ്റി വാദ്യമേളത്തിനനുസരിച്ച് തുള്ളും. നാട്ടിൻപുറങ്ങളിൽ ആവേശമുണർത്തുന്ന ചടങ്ങാണിത്. കാലം മാറുമ്പോഴും പഴമയെ കൈവിടാതെ ഇത് തുടരുകയാണ് പുതുതലമുറ എന്നതാണ് ശ്രദ്ധേയമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.